നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം പാലക്കാട് വയോധികയെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. പോലീസിന് നിലവിൽ സംശയമുണ്ടായിരുന്നത് 19-കാരനായ അയൽവാസി ഉദയകുമാർ മാത്രമാണോ പ്രതി, മറ്റാരെങ്കിലും പ്രതിയാണോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. എന്തായാലും ഒരു പ്രായപൂർത്തിയാകാത്ത 17 വയസ്സുകാരൻ കൂടി ഈ സംഭവത്തിൽ പ്രതിയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. പാലക്കാട് സരസാളമ്മയാണ് അവരുടെ മൂക്കിൽ കിടന്ന 2 മൂക്കുത്തിയെടുക്കാനായി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 17-കാരനായ മറ്റൊരു യുവാവ് കൂടി ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. കൊലപ്പെടുത്തുന്നതിൽ പ്രധാനിയായി നിന്നത് ഈ 17-കാരനെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതക ശേഷവും മൃതദേഹത്തിനോട് കൊടും ക്രൂരത ചെയ്തു. ആ കൊടും ക്രൂരത ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ചതും ഈ 17-കാരൻ തന്നെയാണ്. ആദ്യ പ്രതിയായ ഉദയകുമാർ വയോധികയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, അതായത് പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിനകത്ത് കയറ്റി വാതിലടച്ചതും 2ാം പ്രതിയായ 17-കാരനാണ് വെട്ടുകത്തി കൊണ്ട് വൃദ്ധയുടെ തലയ്ക്ക് അടിച്ചത്. താഴെ വീണു സരസാൾ ഈ സമയം. അപ്പോൾ 1ാം പ്രതിയായ ഉദയകുമാർ 2 മൂക്കുത്തികളും ആ മൂക്കിൽ നിന്ന് അഴിച്ചെടുത്തു. മാത്രമല്ല മരണം ഉറപ്പിക്കാൻ കഴുത്തിൽ ആഞ്ഞു ചവിട്ടി. സരസാൽ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പ്ലാസ്റ്റിക് കയറുകളും സാരിയും കൊണ്ട് മൃതദേഹം കെട്ടി അതിനുശേഷമാണ് ശുചിമുറിക്കടുത്തുള്ള ഡ്രമ്മിലേക്ക് മൃതദേഹം ഇട്ട് കത്തിച്ചത്. കത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ ശരീരമാണ്, ഒരു വല്ലാത്ത ദുർഗന്ധം വരും. ആ മണം വരാതിരിക്കാൻ വേണ്ടി ഈ മൃതദേഹത്തിൽ പച്ച ചാണകം പ്രതികൾ പുരട്ടി. അതിനുശേഷം മണ്ണെണ്ണ ഒഴിച്ചാണ് കത്തിച്ചത്. പാതി കരിഞ്ഞ ശരീരം പ്ലാസ്റ്റിക് കവറിലാക്കി വീടിന് പുറകിൽ കുഴിയെടുത്ത് കുഴിച്ചിടുകയായിരുന്നു. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ തന്നെ നാട്ടുകാർക്ക് ഈ 2 പേരെയും സംശയമുണ്ടായിരുന്നു. കാരണം ഈ 17-കാരൻ നേരത്തെ മറ്റൊരു കേസിൽ കൂടി പ്രതിയാണ്. ഒരാളെ വെട്ടിയ കേസിൽ പ്രതിയാണ് 17-കാരനായ പ്രതി. ഇയാൾ മാത്രമല്ല, ഇവർ 2 പേരും, ഉദയകുമാറും 17-കാരനായ പ്രതിയും ഒക്കെ ലഹരിക്ക് അടിമകളാണ്. അപ്പോൾ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നി, ഇവരായിരിക്കാം ഈ സംഭവത്തിന് പിന്നിൽ. ഈ സരസാലിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇവർ തന്നെയായിരിക്കുമെന്ന് നാട്ടുകാർക്ക് ഒന്നടങ്കം ആദ്യം തന്നെ സംശയം തോന്നിയതാണ്. 17-കാരൻ ഒരാളെ വെട്ടിയ കേസിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ഈ കൊലപാതകം കൂടി നടത്തിയിരിക്കുന്നത്. എന്തായാലും നടുക്കുന്ന ക്രൂരതയാണ്. കേവലം 2 മൂക്കുത്തികൾക്ക് വേണ്ടിയാണ് യുവാക്കൾ ഇത്തരത്തിലൊരു വയോധികയെ കൊലപ്പെടുത്തിയത്. അതിക്രൂരമായി പൈശാചികമായിട്ടാണ്. കൊലപ്പെടുത്തിയിട്ടും അവസാനിച്ചില്ല, മൃതദേഹത്തിനോടും കാട്ടിയത് കൊടും ക്രൂരതയാണ്. ആട്ടയാമ്പതി ന്യൂ ഉന്നതിക്ക് സ്വദേശി സരസാൽ 66 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. ആദ്യം അറസ്റ്റിലായത് എസ് ഉദയകുമാർ. ഇയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്നത്. 19 വയസ്സുകാരനാണ് ഉദയകുമാർ. കൊഴിഞ്ഞാമ്പാറ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 12-നാണ് സരസാലിനെ കാണാനില്ലെന്ന് മകൾ ബേബി കൊഴിഞ്ഞാമ്പാറ പോലീസ് പരാതി നൽകിയത്. അന്വേഷണം തുടങ്ങിയ പോലീസ് പ്രദേശത്തെ ചില യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതോടെ പ്രതികളെക്കുറിച്ച് സൂചന കിട്ടി. കസ്റ്റഡിയിലെടുത്തവരിൽ പ്രായപൂർത്തിയാകാത്ത ആളുമുണ്ടായിരുന്നു എന്ന ഒരു സൂചനയൊക്കെ തുടക്കത്തിൽ തന്നെ വന്നതാണ്. പക്ഷേ ഇയാൾ പ്രതിയാണോ എന്ന കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അയാളും പ്രതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ശുചിമുറിയിലെ ഡ്രമ്മിലിട്ട് കത്തിച്ചുവെന്നും പകുതി കത്തിയ നിലയിൽ ചാക്കിൽ കെട്ടി കുഴിച്ചു മൂടിയതായും പ്രതികൾ സമ്മതിക്കുകയും ചെയ്തു. സംഭവ സ്ഥലത്ത് പോലീസ് നിർണായകമായ പരിശോധന നടത്തിയിരുന്നു. മൃതദേഹം പുറത്തെടുത്ത് ശാസ്ത്രീയ പരിശോധനയും തുടർ നടപടികളും പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത് സരസാളിൻ്റെ മൃതദേഹമാണ് എന്ന് ഉറപ്പിക്കാനാവുകയുള്ളൂ. കാരണം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അത് അവരാണോ എന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. സംഭവ ദിവസം നടന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആട്ടയാമ്പതിയിലെ വീട്ടിൽ ഒറ്റയ്ക്കാണ് സരസാൾ താമസിക്കുന്നത്. മക്കളായ രവിയും ബേബിയും ആകട്ടെ കുടുംബത്തോടൊപ്പം തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. ദിവസവും രാവിലെ 9 മണിയോടെ സരസാലിൻ്റെ മക്കളിൽ ഒരാളായ ബേബിയുടെ മകൻ കാർത്തിക് സരസാലിനുള്ള ഭക്ഷണവുമായി വീട്ടിൽ വരാറുണ്ട്. ജൂൺ 10-ന് രാവിലെ ഭക്ഷണം നൽകി കാർത്തിക് തിരിച്ചുപോയി. എന്നാൽ പിറ്റേ ദിവസം ഭക്ഷണവുമായി വന്നപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കാർത്തിക് കാണുന്നത്. തലേ ദിവസം വെച്ച ഭക്ഷണമാകട്ടെ എടുക്കാതെ അതേപടി അവിടെ ഇരിക്കുന്നുമുണ്ട്. ഇതോടെ സംശയം തോന്നുന്നു. സരസാലിനെ കാണാനില്ല. തിരച്ചിൽ നടത്തുന്നു. കണ്ടെത്താൻ കഴിയാത്തതിനാൽ 12-ാം തീയതി പോലീസിൽ പരാതി നൽകി. സരസാലിനെ കാണാനില്ല എന്ന പോസ്റ്ററുകളൊക്കെ ആ ദേശത്ത് പരക്കുകയും ചെയ്തു. പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസിന് ചില സംശയങ്ങൾ നാട്ടുകാരെ ഒന്നടങ്കം ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലാണ് പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. സരസാലിനെ കൊലപ്പെടുത്താനുള്ള പ്രതി ഉദയകുമാറിന്റെ നീക്കങ്ങൾ, 2 പ്രതികളുടെ നീക്കങ്ങൾ കൃത്യമായ ആസൂത്രണത്തോടെയാണ്.
തമിഴ്നാട്ടിൽ താമസിച്ച് ജോലിക്ക് പോയിരുന്ന ഉദയകുമാർ ഇടയ്ക്ക് മാത്രമേ ആട്ടയാമ്പതിയിലെ വീട്ടിലെത്താറുള്ളൂ. സരസാൽ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉദയകുമാറിൻ്റെ വീട്. തൊട്ടടുത്തായി മറ്റ് വീടുകളുണ്ട്. പക്ഷേ മിക്കവരും പണിക്ക് പോകുന്ന സമയമാണ്, പകൽ സമയം. അതുകൊണ്ട് തന്നെ ആരും ആ ഭാഗത്തുണ്ടായിരുന്നില്ല, ശബ്ദം കേട്ടില്ല, ഇവർ ചെയ്തതൊന്നും കണ്ടതുമില്ല. സരസാലിൻ്റെ മൂക്കിൻ്റെ ഇരുവശത്തുമായി ഉണ്ടായിരുന്ന 1/2 പവനോളം വരുന്ന മൂക്കുത്തി പ്രതി നേരത്തെ നോക്കി വെച്ചതാണ്. മാത്രമല്ല, ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഉദയകുമാറിൻ്റെ സഹോദരൻ ഒരു പെൺകുട്ടിയുമായി സരസാലിൻ്റെ വീട്ടിലെത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് സരസാൽ ഒരു സാരി കൊടുത്തിരുന്നു. സാരിയുടെ പണം ചോദിക്കാനാണ് സരസാൽ ഉദയകുമാറിൻ്റെ വീട്ടിലെത്തിയതെന്നും വീടിൻ്റെ സ്റ്റെപ്പിലിരിക്കുകയായിരുന്ന സരസാലിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ പ്രതി പോലീസിനോട് വിവരിക്കുകയുണ്ടായി. എന്നാലും നാട്ടുകാർ ഒന്നടങ്കം വളരെ നടുക്കത്തിലാണ് ഈ ഒരു സംഭവത്തിൽ. അതായത് അതിക്രൂരമായിട്ട് എല്ലാവരോടും സൗഹൃദത്തോടെ പെരുമാറുന്ന, സൗഹൃദത്തോടെ സംസാരിക്കുന്ന ഒരമ്മയെ അതിക്രൂരമായി പ്രതികൾ കൊലപ്പെടുത്തിയതിൽ വളരെയധികം നടുക്കമാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രകടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.